ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും മീരാസ് 111 ടാരോട്ട് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ട് തേർഡ് പാർട്ടി ബന്ധമുള്ള റിലേഷൻഷിപ്പ് ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സണും തേർഡ് പാർട്ടിയുമായിട്ടുള്ള ബന്ധത്തിന്റെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ, സാഹചര്യങ്ങൾ, എനർജി ലെവല് അതൊക്കെ ഏത് രീതിയിലാണ് എന്നുള്ളതാണ്. അതോടൊപ്പം നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് നിങ്ങളെക്കുറിച്ച് ഏതെങ്കിലും രീതിയിൽ ഓർക്കുന്നുണ്ടോ, അവരുടെ എനർജി എന്തെങ്കിലും രീതിയിൽ നിങ്ങളിലേക്ക് കണക്ട് ആകുന്നുണ്ടോ എന്നുള്ളതാണ്. അപ്പൊ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ റെസനേറ്റ് ആവണമെന്നില്ല. റെസനേറ്റ് ആകുന്നവർ ഞാനിതിൽ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് പോസിറ്റീവ് ആണ് എന്ന് തോന്നുന്ന കാര്യങ്ങളെ നിങ്ങളുടെ ലൈഫുമായി കണക്ട് ചെയ്ത് അട്രാക്ട് ചെയ്ത് ക്ലെയിം ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇതിൽ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങൾക്ക് മാച്ച് ആവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിനെ ഒരു ഗൈഡൻസ് ആയിട്ട് എടുക്കാം. അതുപോലെ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്, ജനറൽ റീഡിംഗ് ആണ്. എപ്പോഴാണ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തുന്നത് അപ്പോൾ മുതൽ റെസനേറ്റ് ചെയ്യുന്നതായിരിക്കും. വ്യക്തിപരമായ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതലായിട്ട് അറിയണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഒരു പേഴ്സണൽ റീഡിംഗ് എടുത്ത് നോക്കാം. അതിലൂടെ നിങ്ങൾക്ക് നല്ലൊരു ക്ലാരിറ്റിയും നല്ലൊരു ഗൈഡൻസും ഒക്കെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു പേഴ്സണെ നന്നായിട്ട് നിങ്ങളുടെ മനസ്സിലേക്ക് ഓർക്കുക. അവരുടെ പേരാണെന്നുണ്ടെങ്കിലും അവരുടെ മുഖമാണെന്നുണ്ടെങ്കിലും റിപ്പീറ്റ് ചെയ്ത് മനസ്സിലേക്ക് കൊണ്ടുവരിക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. കോംപ്രമൈസ്, adventure, mind, source, understanding, exhaustion, patience, slowing down, letting go, trust, possibilities, courage, moment to moment, laziness, transformation, maturity, going with the flow, comparison. ബോട്ട് ഓഫ് ദി ഡെക്ക് ആയിട്ട് വന്നിരിക്കുന്നത് ഗിൽറ്റ് ആണ്. ഇതാണ് ഇന്നത്തെ ഒരു സ്പ്രെഡ് ആയിട്ട് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പൊ ഈ ഒരു സ്പ്രെഡിൽ ആദ്യമേ തന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സണും തേർഡ് പാർട്ടിയുമായിട്ടുള്ള ബന്ധത്തിന്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ, കാര്യങ്ങൾ, സിറ്റുവേഷൻ ഒക്കെ ഏത് രീതിയിലാണ് പോകുന്നത് എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ബോട്ട് ഓഫ് ദി ഡെക്ക് ആയിട്ട് ഗിൽറ്റ് എനർജിയാണ് കിട്ടിയിരിക്കുന്നത്. നിങ്ങളുടെ വ്യക്തിയിൽ ഭയങ്കരമായൊരു കുറ്റബോധം, അല്ലെങ്കിൽ അവർക്ക് ഭയങ്കരമായൊരു അപകർഷതാ ബോധം, അല്ലെങ്കിൽ വേണ്ടായിരുന്നു എന്നൊരു തോന്നല്, ഭയങ്കര ഡിസ്റ്റർബൻസ് ആണ്, അല്ലെങ്കിൽ ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് നിൽക്കുന്ന ഒരു സ്റ്റേജ് ആയിട്ടാണ് നിങ്ങളുടെ പേഴ്സന്റെ എനർജി ഇവിടെ കിട്ടിയിരിക്കുന്നത്. മാത്രമല്ല അവർ വളരെയധികം ഒരു ഐസൊലേഷൻ പീരീഡിലൂടെ മുന്നോട്ടേക്ക് പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. എല്ലാ രീതിക്കും തീർത്തും ഒരു ഫ്രീസ് ആയിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥ. കരയാൻ പോലും സാധിക്കുന്നില്ല, അല്ലെങ്കിൽ ചിരിക്കാനും സാധിക്കുന്നില്ല. അവരുടെ ഇമോഷൻസ്, അവരുടെ ഉള്ളിലുള്ള വികാരങ്ങൾ ഒരു രീതിയിലും പുറത്തേക്ക് വരാതെ അവർ മൊത്തത്തിൽ സ്റ്റക്ക് ആണ് ലൈഫിൽ. അതുപോലെ തന്നെ എലോൺനെസ് കാണിക്കുന്നുണ്ട്. ഒരു ഒറ്റപ്പെടലുകളിലൂടെ പോകുന്ന ഒരു സ്റ്റേജ് ആണ്. അപ്പൊ തേർഡ് പാർട്ടി സിറ്റുവേഷനിലാണ് നമ്മൾ റീഡിംഗ് എടുത്തിരിക്കുന്നതെങ്കിൽ പോലും നിങ്ങളുടെ പേഴ്സന്റെ എനർജിയിൽ അവർ ഒറ്റക്ക് നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. ഒറ്റക്ക് എന്ന് പറയുമ്പോൾ തേർഡ് പാർട്ടിയുടെ കൂടെയാണ് നിങ്ങളുടെ വ്യക്തി ഇപ്പൊ നിൽക്കുന്ന സാഹചര്യം എങ്കിൽ പോലും, ഇപ്പൊ അങ്ങനെയുള്ളവരാണെങ്കിൽ പോലും അവരുടെ എനർജിയിൽ അല്ലെങ്കിൽ അവരുടെ സിറ്റുവേഷൻ അവർ തീർത്തും ഒറ്റപ്പെട്ടു പോയി എന്നൊരു ഫീൽ ആണ്. അപ്പൊ അങ്ങനെയൊക്കെ നോക്കുന്ന സാഹചര്യമാണെങ്കിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ അത്ര സ്മൂത്ത് ആയിട്ട് പോകുന്ന ഒരു ജേർണി നമുക്കിവിടെ കാണിക്കുന്നില്ല. നമുക്ക് എന്തായാലും ഓരോ സ്പ്രെഡുകളായിട്ട് തന്നെ പറയാം. ആദ്യമേ തന്നെ ഇവിടെ വന്നിരിക്കുന്ന കോംപ്രമൈസ് ആണ്. അപ്പൊ ഇവിടെ ഒരു കോംപ്രമൈസ് വരണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വ്യക്തിയും തേർഡ് പാർട്ടിയുമായിട്ടുള്ള ബന്ധത്തിൽ ഒരുപാട് വഴക്കുകളോ പ്രശ്നങ്ങളോ ഒക്കെ നടക്കുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെയാണെങ്കിൽ മൈൻഡ് ആണ് വന്നിരിക്കുന്നത്. കംപ്ലീറ്റ്ലി അവർ ഡിസ്റ്റർബ്ഡ് ആയിട്ട് കാണുന്നുണ്ട്, മെന്റലി ഡൗൺ ആയിട്ട് കാണുന്നുണ്ട്. ഒരുപാട് പ്രശ്നങ്ങൾ, കോംപ്രമൈസ് എന്ന് പറയുമ്പോൾ അവിടെ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. എന്നാലും നിങ്ങളുടെ പേഴ്സൺ അവിടെ മാക്സിമം അവരെ കൊണ്ട് കഴിയുന്ന രീതിയിൽ കോംപ്രമൈസ് കാര്യങ്ങളൊക്കെ നടത്താൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അവിടെ കോംപ്രമൈസ് കാര്യങ്ങളൊക്കെ ശ്രമിക്കുന്നുണ്ടെങ്കിലും ആ ഒരു ബന്ധം മുന്നോട്ടേക്ക് പോകുന്ന രീതി എന്ന് പറയുന്നത് സ്ലോയിങ് ഡൗൺ ആണ്. പ്രത്യേകിച്ച് കാര്യമായ ഗ്രോത്തോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ ഇഴഞ്ഞു നീങ്ങുന്ന ഒരു അവസ്ഥയാണ്.
അപ്പൊ ഇവര് സന്തോഷം നിങ്ങളെക്കാൾ കൂടുതൽ അവർക്ക് അവരുടെ ലൈഫിൽ ഒരു സന്തോഷം തേടിപ്പോയ വ്യക്തികളാണെന്നുണ്ടെങ്കിൽ അവർക്ക് സന്തോഷം അവിടെ ലഭിച്ചില്ല അല്ലെങ്കിൽ ലഭിക്കുന്നില്ല എന്ന് മാത്രമല്ല മനസ്സമാധാനം കംപ്ലീറ്റ്ലി നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന സാഹചര്യമായിട്ടും കാണുന്നുണ്ട്. അതുപോലെ ഒരു എടുത്തുചാട്ടത്തിനൊക്കെ നിങ്ങളെ വേണ്ടാന്ന് വെച്ച് പോയ വ്യക്തികളാണെന്നുണ്ടെങ്കിൽ അവരുടെ എടുത്തുചാട്ടത്തിനൊക്കെ ഒരു കുറവ് വന്നിട്ടുണ്ട്. ഇവിടെ അവർക്ക് മെച്യൂരിറ്റി വന്നിരിക്കുന്നതായിട്ട് കാണാം. പേഷ്യൻസ് കാണിക്കുന്നുണ്ട്. എല്ലാ രീതിക്കും ഒരു ക്ഷമ കാര്യങ്ങളൊക്കെ നന്നായിട്ട് പഠിച്ചു തുടങ്ങിയിരിക്കുന്നു. കാര്യങ്ങളെയൊക്കെ ഒന്ന് ഇരുത്തി ചിന്തിക്കാനും അല്ലെങ്കിൽ എടുത്തുചാട്ടം ഇല്ലാതെ ചിന്തിച്ച് പ്രവർത്തിക്കാനുമുള്ള കഴിവുകൾ അതൊക്കെ വന്നു തുടങ്ങിയിരിക്കുന്ന സാഹചര്യങ്ങളാണ്. അതുപോലെ തന്നെ ഇവരിപ്പോ ഈ ഒരു ഒറ്റപ്പെടലുകളിലൂടെ പോകാന്ന് പറയുമ്പോഴേക്കും അവർക്ക് ആ ഒരു തേർഡ് പാർട്ടിയിൽ നിന്ന് അവർ ആഗ്രഹിച്ചത് പോലെയുള്ള സപ്പോർട്ടോ കാര്യങ്ങളോ ഒന്നും തന്നെ ലഭിക്കുന്നില്ല. അവര് മാക്സിമം അവിടെ ഒരു കോംപ്രമൈസ് കാര്യങ്ങളൊക്കെ നടത്താനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും ഓപ്പോസിറ്റ് നിൽക്കുന്ന പാർട്ട്ണർ അതായത് തേർഡ് പാർട്ടി അത് അവർ ആഗ്രഹിക്കുന്ന രീതിയിൽ അവരോട് അങ്ങോട്ട് എന്താ പറയാ അഡ്ജസ്റ്റഡ് ആവുന്നില്ല. നിങ്ങളുടെ പേഴ്സന്റെ ഇമോഷൻസും തേർഡ് പാർട്ടിയുടെ ഇമോഷൻസും തമ്മിൽ മാച്ച് ആകുന്നില്ല എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു സ്പ്രെഡിലൂടെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല അവർ ഭയങ്കരമായിട്ട് എനർജി ഒക്കെ ഭയങ്കരമായിട്ട് ഡൗൺ ആയിട്ട് നിൽക്കുന്ന ഒരു സ്റ്റേജ് ആണ്. എത്രയും വേഗം ഇവിടെ നിന്നൊക്കെ ഒന്ന് ഈ ഒരു സംഭവങ്ങളൊക്കെ വലിച്ചു പൊട്ടിച്ചെറിഞ്ഞ് മുന്നോട്ടേക്ക് പോകണം എന്നുള്ള രീതിക്കും ഒക്കെ ചിന്തിക്കുന്നുണ്ട്. ഇവിടെ ലെറ്റ് ഇൻ ഗോ തന്നെയാണ് വന്നിരിക്കുന്നത്. ഇവിടെ നിന്നും എത്രയും പെട്ടെന്ന് മാറി പോകണം എന്ന് ചിന്തിക്കുന്ന വ്യക്തികളുമാണ്. കംപ്ലീറ്റ്ലി ട്രാൻസ്ഫർമേഷൻ ആഗ്രഹിക്കുന്നുണ്ട്. അഡ്വഞ്ചർ വന്നിരിക്കുന്നതുകൊണ്ട് സാഹസികപരമായ ഒരു സ്റ്റേജിലൂടെയാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പൊ മുന്നോട്ടേക്ക് പോകുന്നത്. സാഹസികപരമായ ഒരു സിറ്റുവേഷൻ എന്നൊക്കെ പറയുമ്പോൾ ഇവരുടെ ലൈഫിൽ ഇവർ ഈ ഒരു തേർഡ് പാർട്ടിയുമായിട്ടുള്ള ബന്ധത്തിൽ പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യം എന്ന് പറയുന്ന ഒരു ഹാപ്പി ആയിട്ടുള്ള മൊമെന്റിലൂടെ അല്ല എന്നുള്ളത് നമുക്ക് തീർത്തും ഈ ഒരു സ്പ്രെഡിൽ നിന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. പക്ഷെ ഇവർ ചിലപ്പോൾ ഇമോഷൻസ് ഒന്നും പുറമേ നിങ്ങളിലേക്കോ അല്ലെങ്കിൽ മറ്റുള്ളവരിലേക്കോ കാണിക്കുന്നൊന്നും ഉണ്ടാവില്ല. അതിന്റെ കാരണം എന്ന് പറയുന്നത് ഇവരൊരു ഹാപ്പിനെസ് തേടി അല്ലെങ്കിൽ ഇവരുടെ സന്തോഷം ഇതായിരിക്കും എന്നുള്ള ഉറച്ച വിശ്വാസത്തോടു കൂടി ആ ഒരു അവരുടേതായ സ്വാർത്ഥമായ താല്പര്യങ്ങൾക്ക് വേണ്ടി പ്രാധാന്യം കൊടുത്ത് പോയവരാണെങ്കിൽ ഇപ്പൊ അവര് നേരിടുന്ന ഈ ഒരു അവസ്ഥ മറ്റുള്ളവർ അറിയുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ഇമേജ് കംപ്ലീറ്റ്ലി ഇല്ലാതെയായി പോകും. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തെ കുറിച്ച് ഓർക്കുമ്പോഴൊക്കെയാണ് അവരുടെ ഉള്ളിൽ ആ ഒരു ഗിൽറ്റ് ഫീൽ വരുന്നത്. അതോടൊപ്പം ഈ ഒരു സമയത്ത് ഇവിടെ കമ്പാരിസൺ വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങളുടെ വ്യക്തി തീർച്ചയായിട്ടും നിങ്ങളെ കുറിച്ച് ഓർക്കുന്നുണ്ട്. കാരണം അവർ നിൽക്കുന്ന സാഹചര്യവും അതോടൊപ്പം നിങ്ങളെയും വെച്ച് അവർ നല്ല രീതിയിൽ കമ്പയർ ചെയ്യുന്നുണ്ട്. ഏതായിരുന്നു നല്ലത് എന്നുള്ള രീതിക്ക് നന്നായിട്ട് ചിന്തിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ഈ ഒരു സാഹചര്യത്തില് അവർക്ക് അവരുടെ മനസ്സിലേക്ക് ഓരോ നിമിഷവും മൊമെന്റ് ടു മൊമെന്റ് ആണ് ഓരോ നിമിഷവും നിങ്ങളെ കുറിച്ചുള്ള ഓർമ്മകളാണെന്നുണ്ടെങ്കിലും നിങ്ങളിലേക്ക് വരണം എന്നുള്ള ആഗ്രഹങ്ങളാണെന്നുണ്ടെങ്കിലും അതിങ്ങനെ കൂടിക്കൊണ്ട് വന്നിരിക്കുന്ന സാഹചര്യമാണ്. ഇപ്പൊ വിശ്വാസമോ കാര്യങ്ങളോ ഒന്നും വലിയ കാര്യമായിട്ട് ഇല്ലാതിരുന്ന ഒരു അവിശ്വാസിയൊക്കെ ഉള്ള രീതിയിൽ അങ്ങനെയൊക്കെ പോയൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ആ ഒരു ട്രസ്റ്റ് ഒക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. കാരണം ചെയ്തതിന്റെയാണ് അല്ലെങ്കിൽ താൻ പ്രവർത്തിച്ചതിന്റെയാണ് തന്റെ ലൈഫിൽ താൻ ഈ നേരിടുന്നത് എന്നുള്ള രീതിക്കൊക്കെ അവർ ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. മാത്രവുമല്ല പോസിബിലിറ്റി ആണ് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് നിങ്ങളിലേക്ക് വരാനായിട്ട് എന്തെങ്കിലും ഒരു വഴി ഉണ്ടോ എന്നുള്ള രീതിക്കൊക്കെ അന്വേഷിക്കുന്നവരാണ്. അപ്പൊ ചിലപ്പോൾ നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഒരു വ്യക്തിക്ക് ഒരുപാട് അവസരങ്ങൾ നൽകിയിട്ടും വീണ്ടും ഇവര് നിങ്ങളെ ഇങ്ങനെ ചീറ്റ് ചെയ്യുകയോ കാര്യങ്ങളോ ഒക്കെ ചെയ്തപ്പോൾ നിങ്ങളിപ്പോ ബാക്കിലേക്ക് പതുക്കെ വലിഞ്ഞു നിൽക്കുന്ന സാഹചര്യമായിരിക്കും. അപ്പൊ അങ്ങനത്തെയൊക്കെ ഒരു സാഹചര്യത്തിലാണ് നിങ്ങൾ നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ ഇവരുടെ ഉള്ളിൽ വീണ്ടും അവർ നിങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്വീകരിക്കുമോ എന്നുള്ളൊരു ഭയവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ടാണ് അവർ എന്തെങ്കിലും ഒരു വഴി ഉണ്ടോ എന്നുള്ള രീതിക്ക് പോസിബിലിറ്റി എന്ന് പറയുമ്പോൾ നിങ്ങൾ ചേസ് ചെയ്യുന്ന ഒരു എനർജിയും കൂടിയാണ്. നിങ്ങളെ കുറിച്ച് അന്വേഷിക്കുന്ന ഒരു എനർജിയാണ്. അവർ ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ ലേസിനെസ് ആണ് വന്നിരിക്കുന്നത്. വളരെ മടിയോടുകൂടിയാണ് മുന്നോട്ടേക്ക് പോകുന്നത്. അപ്പൊ തേർഡ് പാർട്ടി ബന്ധത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളുടേത് എന്നുണ്ടെങ്കിലും നമുക്ക് ഈ ഒരു സ്പ്രെഡിൽ വന്നിരിക്കുന്ന നിങ്ങളുടെ പേഴ്സണും തേർഡ് പാർട്ടിയുമായിട്ടുള്ള എനർജി ലെവൽ എന്ന് പറയുമ്പോൾ വളരെ ലോ ആണ്. ഒരു ഇഴഞ്ഞു നീങ്ങുന്ന സ്റ്റേജിലൂടെയാണ് ബന്ധം മുന്നോട്ടേക്ക് പോകുന്നത്. മാത്രമല്ല നിങ്ങളുടെ വ്യക്തി വലിയ ഹാപ്പിനെസ് ആയിട്ട് അല്ലെങ്കിൽ ഭയങ്കര സന്തോഷത്തോടു കൂടി നിൽക്കുന്ന ഒരു സാഹചര്യം നമുക്കിവിടെ കാണിക്കുന്നുമില്ല. എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് മാറണം, ഈ ഒരു സിറ്റുവേഷനിൽ ലെറ്റ് ഗോ ചെയ്ത് പോകണം. അതുപോലെ തന്നെ പോസിബിലിറ്റി ആണെന്നുണ്ടെങ്കിലും സോഴ്സ് ആണെന്നുണ്ടെങ്കിലും നിങ്ങളിലേക്ക് എത്താനുള്ള ഒരു വഴി ഉണ്ടോ എന്ന് അന്വേഷിക്കുന്നവരാണ്. അണ്ടർസ്റ്റാൻഡിങ് വന്നിട്ടുണ്ട്. പൂർണ്ണമായും നിങ്ങളെ നന്നായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട് ഈ ഒരു സമയത്ത്. അല്ലെങ്കിൽ നിങ്ങളുടെ സ്നേഹമാണെന്നുണ്ടെങ്കിലും നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിലും വളരെ പേഷ്യൻസോടുകൂടി വളരെ ക്ഷമയോടുകൂടി ഇരുത്തി ചിന്തിച്ച് അവർ ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. അങ്ങനെയാണ് ആ ഒരു കമ്പാരിസൺ എന്ന് പറയുമ്പോൾ. അപ്പൊ അവർക്ക് മനസ്സിലാകുന്നുണ്ട് ഈ ഒരു സമയത്ത് അവർ ചെയ്തിരുന്ന കാര്യം അല്ലെങ്കിൽ അവർ ചെയ്തു പോയ കാര്യത്തിന്റെ
എത്രത്തോളം തെറ്റായ ഡിസിഷൻ ആയിരുന്നു എന്നുള്ളത്. ഗോയിങ് വിത്ത് ദ ഫ്ലോ എന്ന് പറയുമ്പോൾ ഒഴുക്കിനനുസരിച്ച് ഇങ്ങനെ നീന്തിക്കൊണ്ടിരിക്കുന്ന സ്റ്റേജ് ആണ്. പോകുന്നിടത്തോളം പോകട്ടെ എന്നുള്ള രീതിക്കൊക്കെയാണ് പോകുന്നത്. പക്ഷെ എങ്കിലും വളരെ പെട്ടെന്ന് അവിടെ നിന്നും ഒരു ധൈര്യത്തോടു കൂടി ഒരു ട്രാൻസ്ഫർമേഷൻ അല്ലെങ്കിൽ ലെറ്റ് ഗോ ചെയ്ത് മാറാനുള്ള ഒരു ആഗ്രഹം അത് അവരുടെ ഉള്ളിൽ നിറഞ്ഞു വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഓരോ നിമിഷവും നിങ്ങളുടെ ഓർമ്മകൾ മനസ്സിലേക്ക് കടന്നു വരുമ്പോഴും അതുപോലെ അവരവിടെ സ്ട്രഗിൾ ചെയ്യുന്ന സിറ്റുവേഷൻസും അത് നിങ്ങളിലേക്ക് എത്താനുള്ള അവരുടെ ആഗ്രഹത്തിന് ആക്കം കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. എന്ന് വെച്ചാൽ നിങ്ങളുടെ അകലം കുറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയമാണിത്. അത് നിങ്ങൾ ഒന്നും ചെയ്യാതെ നിങ്ങളുടെ പേഴ്സൺ ആയിട്ട് തന്നെ നിങ്ങളിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണിത്. അപ്പൊ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ചേഞ്ച് തന്നെയാണ് ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിലേക്ക് പോയ നിങ്ങളുടെ പേഴ്സണിൽ നിന്നും നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. നഷ്ടപ്പെട്ടു പോയി അല്ലെങ്കിൽ വളരെയധികം മുരടിച്ചു പോയ ആ ഒരു അവസ്ഥയിൽ നിന്നും ആ ഒരു ബന്ധത്തിന്റെ വളർച്ച അത് വീണ്ടെടുക്കണം എന്നുള്ള ഒരു ആഗ്രഹം നിങ്ങളെക്കാൾ കൂടുതൽ നിങ്ങളുടെ പേഴ്സന്റെ മനസ്സിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പൊ സന്തോഷം കണ്ടെത്തി അല്ലെങ്കിൽ ഇതാണ് എന്റെ സന്തോഷം, നീ ഇല്ലെങ്കിൽ ഞാൻ ഹാപ്പിയാണ് എന്നുള്ള ആ ഒരു ധാർഷ്ട്യത്തോടു കൂടി ആ ഒരു അഹങ്കാരത്തോടു കൂടി നിങ്ങളുടെ ബന്ധത്തിൽ നിന്ന് മാറിപ്പോയ ഒരു വ്യക്തി ആയിരുന്നു നിങ്ങളുടെ പേഴ്സൺ എന്നുണ്ടെങ്കിൽ ഈ ഒരു സ്പ്രെഡിൽ വന്നിരിക്കുന്ന വ്യക്തികൾ എന്ന് പറയുന്നത് സമാധാനം എവിടെയാണെന്ന് കരുതിയാണോ അല്ലെങ്കിൽ സന്തോഷം എവിടെയാണെന്ന് കരുതിയാണോ പോയത് അവിടെ മനസമാധാനം പൂർണ്ണമായിട്ടും നഷ്ടപ്പെട്ടു പോയി അവര് സ്വയം അവരല്ലാതെയായി മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. പിന്നെ ഇവിടെ എടുത്തു പറയേണ്ട ഒരു ഗുണം നിങ്ങളെ മനസ്സിലാക്കുന്നതിനോടൊപ്പം നിങ്ങളുടെ പേഴ്സൺ ഒരുപാട് മെച്യൂരിറ്റി എന്ന് പറയുമ്പോൾ ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു എടുത്തുചാട്ടം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ കാര്യങ്ങളെയൊക്കെ ഇരുത്തി ചിന്തിക്കാനും മനസ്സിലാക്കാനും കാഴ്ചപ്പാടുകൾക്കും ഒക്കെ ഒരു വ്യത്യസ്തതയും കാര്യങ്ങളും ഒക്കെ വന്നിട്ടുണ്ട്. മാത്രമല്ല നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ അവര് പിടിച്ച മുയലിന് 3 കൊമ്പ് എന്നുള്ള രീതിക്ക് നിന്നവരാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ അവിടെ കോംപ്രമൈസിന് ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ അത്ഭുതപ്പെടേണ്ട ഒരു കാര്യം. അത് നിങ്ങളുടെ വ്യക്തിയിൽ വന്നിരിക്കുന്ന മാറ്റങ്ങൾ തന്നെയാണ്. അപ്പൊ അവർക്ക് കോംപ്രമൈസ് ചെയ്യാനൊക്കെ അറിയാം. അഡ്ജസ്റ്റ് ചെയ്യേണ്ട സ്ഥലങ്ങളിൽ അഡ്ജസ്റ്റ് ചെയ്യണം എന്നുള്ളതൊക്കെ ചിന്തകളിലുണ്ട്. പക്ഷെ അവിടെ അത്രത്തോളം അഡ്ജസ്റ്റ് ചെയ്തിട്ടും അവർക്ക് അവിടെ ഹാപ്പിനെസ് ലഭിക്കുന്നില്ല എന്ന് വരുന്ന സാഹചര്യത്തിലാണ് അവരുടെ ഓർമ്മകൾ നിങ്ങളിലേക്ക് മാറിയിരിക്കുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ വന്നപ്പോഴേക്കുമാണ് അവർക്ക് ആ ഒരു കമ്പാരിസൺ അവിടെ നടത്തിയിരിക്കുന്നത്. കാരണം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ അവർ ഇത്രത്തോളം എഫേർട്ട് എടുക്കുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ മുന്നിൽ അവർ ഇത്രത്തോളം താഴ്ന്നിട്ടോ ഒന്നും ഉണ്ടാവില്ല. നിങ്ങൾ ചിലപ്പോൾ അതിനുള്ള ഒരു അവസരം കൊടുത്തിട്ടും ഉണ്ടാവില്ല. കാരണം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു പേഴ്സൺ എന്ന് പറയുന്നത് നിങ്ങൾക്ക് അത്രത്തോളം വാല്യുബിൾ ആയിരിക്കും. അതെല്ലാം നിങ്ങളുടെ വ്യക്തി മനസ്സിലാക്കാനായിട്ട് കുറച്ച് സമയം എടുത്തിട്ടുണ്ട്. പക്ഷെ സമയം എടുക്കുക എന്ന് പറയുമ്പോൾ നിങ്ങളുടെ വേദന മനസ്സിലാക്കുക എന്നുള്ളത് മാത്രമല്ല, നിങ്ങൾക്കൊരു വാല്യൂ നൽകുക, നിങ്ങൾക്കൊരു പ്രയോറിറ്റി നൽകുക. അപ്പൊ അങ്ങനെ ഒരു പ്രയോറിറ്റി നൽകിക്കൊണ്ട് നിങ്ങളുടെ ബന്ധത്തിലേക്ക് തിരികെ വരുമ്പോൾ മാത്രമാണ് ആ ഒരു ബന്ധത്തിന്റെ ദൃഢത അല്ലെങ്കിൽ നിങ്ങളെന്ന് പറയുന്ന വ്യക്തിക്ക് ഒരു സ്ഥാനം അവരുടെ ലൈഫിൽ ഉണ്ടാവുകയുള്ളൂ. അപ്പൊ ഇവിടെ ഈ ഒരു സ്പ്രെഡിൽ വന്നിരിക്കുന്ന പേഴ്സന്റെ എനർജിയിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഒരു പ്രയോറിറ്റി അവർ നൽകി തുടങ്ങിയിട്ടുണ്ട്. മാത്രമല്ല അവരുടെ ലൈഫിലേക്ക് നിങ്ങളെ കൊണ്ടുവരിക എന്നുള്ളതല്ല, നിങ്ങളുടെ ലൈഫിലേക്ക് അവർക്ക് വരാനായിട്ട് എന്തെങ്കിലും പോസിബിലിറ്റി ഉണ്ടോ എന്ന് തിരയുന്നവരാണ്. മാത്രമല്ല അവരായിട്ട് സ്വയം ഈ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഒരു ട്രാൻസ്ഫർമേഷൻ ആഗ്രഹിക്കുന്നവരാണ്. വളരെയധികം നിങ്ങളെ മനസ്സിലാക്കുന്നവരാണ്. ഈ ഒരു സാഹചര്യത്തിൽ നിന്ന് മാറിപ്പോരുന്നവരാണ്. അപ്പൊ നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നുണ്ട്, നിങ്ങളുടെ എനർജി അവരിലേക്ക് കണക്ട് ആകുന്നുമുണ്ട്. മാത്രമല്ല തേർഡ് പാർട്ടി സിറ്റുവേഷൻ എടുക്കുമ്പോൾ നമുക്ക് വന്നിരിക്കുന്ന എനർജി അത്ര സുഖകരമായ ഒരു സിറ്റുവേഷൻ ആയിട്ട് കാണിക്കുന്നുമില്ല. ചിലപ്പോൾ നിങ്ങളുടെ വ്യക്തിയിനേക്കാൾ കൂടുതൽ ഇവരെക്കാൾ കൂടുതൽ എടുത്തുചാട്ടവും കാര്യങ്ങളും ഒക്കെ ഉള്ള വ്യക്തിയായിരിക്കും തേർഡ് പാർട്ടി. അപ്പൊ രണ്ടുപേരുടെ ക്യാരക്ടറും കൂടെ ഒത്തിണങ്ങി പോകുന്നുണ്ടാവില്ല. പക്ഷെ നിങ്ങളുടെ രീതികൾ പറയുവാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ കുറച്ചധികം അഡ്ജസ്റ്റ് ചെയ്യുന്ന വ്യക്തിയായിരിക്കും. നിങ്ങളുടെ പേഴ്സൺ എടുത്തുചാട്ടം ഉണ്ടെങ്കിലും നിങ്ങൾ അവർക്ക് അനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കുന്ന വ്യക്തികളായിരിക്കും. പക്ഷെ ഇവർ പോയ സ്ഥലത്തുള്ള വ്യക്തി ഇവരുടെ അതേ ക്യാരക്ടർ ആവുമ്പോൾ രണ്ടും കൂടെ മാച്ച് ചെയ്ത് പോകുകയില്ല. അപ്പൊ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ട് എന്നുള്ളത് നമുക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എനർജി നിങ്ങളിലേക്ക് കണക്ട് ആവുന്നുണ്ടെങ്കിലും ഏത് രീതിയിലാണ് നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതും കൂടെ നമുക്കൊന്ന് നോക്കാം. 9 of Cups, 7 of Swords, 10 of Cups, 6 of Cups, Knight of Wands, 6 of Pentacles, 4 of Wands, 3 of Wands, the Lovers, 3 of Cups,
Page of Swords, the Fool energy, Queen of Cups, Seven of Cups, Two of Pentacles, Strength ആണ് ബോട്ടം ഓഫ് ദി ഡെക്ക് ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പൊ ഇവിടെ നോക്കുവാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സന്റെ എനർജി നിങ്ങളിലേക്ക് കണക്ട് ആകുന്നുണ്ട് എന്നുള്ളത് നമ്മൾ കണ്ടിരുന്നു. അപ്പൊ എങ്ങനെയാണ് കണക്ട് ആകുന്നത്, അല്ലെങ്കിൽ എന്താണ് അവർ നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്ന കാര്യങ്ങൾ എന്നുള്ളത് എടുക്കുവാണെങ്കിൽ ഇവിടെ വന്നിരിക്കുന്നത് തന്നെ സ്ട്രെങ്ത് ആണ്. അവരുടെ ഇമോഷൻസ്, അവർ ചെയ്തു പോയിരിക്കുന്ന തെറ്റുകൾ, അതെല്ലാം നിങ്ങളിലേക്ക് ഏറ്റു പറയാനുള്ള ഒരു മനസ്സിലാണ് അവരിപ്പോ നിൽക്കുന്നത്. മാത്രമല്ല, നഷ്ടപ്പെട്ടു പോയ നിങ്ങളുടെ ബന്ധത്തിന്റെ സ്ട്രെങ്ത് വളരെ പെട്ടെന്ന് ഏറ്റെടുക്കണം എന്നുള്ള ഒരു ആവശ്യം നിങ്ങളുടെ വ്യക്തിയുടേതായിട്ട് മാറിയിരിക്കുന്ന സാഹചര്യമാണ്. ഒരു ഗർജിക്കുന്ന സിംഹം പോലെ നിങ്ങളുടെ മുന്നിൽ തകർത്ത് നിന്ന ഒരു വ്യക്തി ആയിരുന്നു നിങ്ങളുടെ പേഴ്സൺ എന്നുണ്ടെങ്കിൽ ഇപ്പൊ ആ ഒരു ഗർജിക്കുന്ന സിംഹത്തിൽ നിന്ന് മാറി ഒരു ആട്ടിൻകുട്ടിയായിട്ട് മാറിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ അവരുടെ സാഹചര്യങ്ങള്, അവരുടെ ആ ഒരു സ്വാർത്ഥതയുടെ ആ ഒരു മുൾമുന ഒടിച്ചു തളർത്തി കളഞ്ഞിരിക്കുന്നു. അപ്പൊ അവരുടെ ഈഗോ ഒക്കെ കെട്ടടങ്ങി തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവർ ഈ ഒരു സമയം നിങ്ങളിലേക്ക് എത്തുക എന്നൊരു ചിന്തകളിലേക്ക് വന്നിരിക്കുന്നത്. ഇമോഷൻസിനെയൊക്കെ കൺട്രോൾ ചെയ്യാൻ വല്ലാതെ കഷ്ടപ്പെടുന്നുണ്ട്. ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാന്ന് പറയുമ്പോൾ അവരിൽ തോന്നിക്കൊണ്ടിരിക്കുന്ന കുറ്റബോധം, നഷ്ടബോധം, അത് മാത്രമല്ല അവർക്കൊരു തരം ലജ്ജ അവരോട് തന്നെ തോന്നുന്ന സാഹചര്യമാണ്. അപ്പൊ ആ ഒരു ഇമോഷൻസ് ഒക്കെ അവർ കൺട്രോൾ ചെയ്യുന്നുണ്ട്. മാത്രമല്ല, നിങ്ങളുടെ ബന്ധത്തിൽ ഒരു വളർച്ച വേണ്ടത് സ്വന്തം ആവശ്യമാണ് എന്നുള്ളത് സ്വയമേ തന്നെ മനസ്സിലാക്കുന്ന ഒരു സ്റ്റേജ് ആണ്. അതോടൊപ്പം ഈ ഒരു സമയം നിങ്ങളുടെ വ്യക്തി നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ അവർ മനസ്സിലാക്കുന്നുണ്ട് നിങ്ങളുടെ മനസ്സിൽ അവർക്ക് ഉണ്ടായിരുന്ന സ്ഥാനം അതെന്തായിരുന്നു എന്നുള്ളതും, അതുപോലെ തന്നെ നിങ്ങൾക്ക് അവരോട് ഉണ്ടായിരുന്ന സ്നേഹം അത് അത്രത്തോളം ആത്മാർത്ഥമായിട്ടുണ്ടായിരുന്നതാണ് എന്നുള്ളതും എല്ലാവരും മനസ്സിലാക്കുകയാണ്. കാരണം ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിൽക്കുന്ന അവസ്ഥയിൽ ഇവരുടെ വാക്കുകൾക്കോ അല്ലെങ്കിൽ ഇവരുടെ തീരുമാനങ്ങൾക്കോ ഒന്നും ആ ഒരു തേർഡ് പാർട്ടി ഒരു വാല്യൂ കാര്യങ്ങളോ ഒന്നും തന്നെ കൽപ്പിക്കുന്നില്ല. അവരുടെ തീരുമാനമാണ് അവിടെ വലുത് എന്നുള്ള രീതിയാണ്. പക്ഷെ നിങ്ങളുടെ ബന്ധത്തിൽ ചിലപ്പോൾ അങ്ങനെ ആയിരിക്കില്ല. നിങ്ങൾ എന്ത് തീരുമാനം എടുക്കണമെങ്കിലും ചിലപ്പോൾ ഈ ഒരു വ്യക്തിയുടെയും കൂടെ ഇഷ്ടം കൂടെയൊക്കെ നോക്കി അങ്ങനെയൊക്കെ നിങ്ങൾ അത്രയും ഇവർക്ക് പ്രയോറിറ്റി നൽകിയിട്ടുണ്ടായിരിക്കും. അപ്പൊ അങ്ങനത്തെയൊക്കെ സാഹചര്യം അവർ ഇപ്പോഴാണ് തിരിച്ചറിയുന്നത്. അപ്പൊ അവർക്ക് മനസ്സിലാവുന്നുണ്ട് താൻ സ്വയം നഷ്ടപ്പെടുത്തി കളഞ്ഞതാണ് എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇനിയിപ്പോ എന്തൊക്കെ ചെയ്യേണ്ടി വന്നിട്ടുണ്ടെങ്കിലും അതെല്ലാം ചെയ്യണം. എങ്ങനെയെങ്കിലും ഈ ഒരു ബന്ധത്തെ വീണ്ടെടുക്കണം. അതുപോലെ നിങ്ങളിലേക്ക് ഒരു കമ്മിറ്റ്മെന്റ് നൽകുക. ചിലപ്പോൾ നിങ്ങൾ കമ്മിറ്റ്മെന്റോട് കൂടി മുന്നോട്ടേക്ക് പോകുന്ന വ്യക്തികളായിരിക്കും. ഒരുമിച്ച് ജീവിച്ച് ഒരുമിച്ച് താമസിക്കുന്ന വ്യക്തികളായിരിക്കും. ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയിരിക്കാം, ലവേഴ്സ് ആയിരിക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു ജേർണി സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നവരായിരിക്കാം. ഇവിടെ ഒരു കമ്മിറ്റ്മെന്റ്, ഒരു സെലിബ്രേഷൻ എനർജിയാണ് വന്നിരിക്കുന്നത്. നിങ്ങളെ ലൈഫ് ലോങ് കൂടെ ചേർത്ത് നിർത്തണം എന്ന് ആഗ്രഹിക്കുന്നവരാണ്. മാത്രവുമല്ല, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്ന കാലങ്ങളെല്ലാം അവർ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഇവിടെയാണെങ്കിൽ നമുക്ക് ലവേഴ്സ് എനർജി, 6 ഓഫ് കപ്സ് ആണ് നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. വളരെയധികം ഒരു കണക്ഷൻ, ആത്മാർത്ഥമായിട്ട് തന്നെ വളരെയധികം ഒരു പ്രണയം, റൊമാൻസ്, അട്രാക്ഷൻ, റെസ്പെക്റ്റ്, ഇതെല്ലാം നിങ്ങളോട് നിങ്ങളുടെ വ്യക്തിക്ക് തോന്നുന്നുണ്ട്. അവരുടെ ഹൃദയത്തോട് നിങ്ങളെ വളരെ വേഗം ചേർത്ത് നിർത്തണം എന്നുള്ളത് ആത്മാർത്ഥമായിട്ട് അവർ ആഗ്രഹിക്കുന്ന ഒരു നിമിഷമാണിത്. അപ്പൊ ഇതുവരെ നിങ്ങളുടെ ബന്ധത്തില് ആത്മാർത്ഥതയോട് കൂടി അല്ലാതെ പെരുമാറി നിങ്ങളെ അവഗണിച്ച് മാറിപ്പോയ ഒരു പേഴ്സൺ ആയിരുന്നു ഇവര് എന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് എല്ലാവിധ പ്രയോറിറ്റിയും നിങ്ങൾക്ക് നൽകി, അല്ലെങ്കിൽ എല്ലാവിധ സ്ഥാനവും നിങ്ങൾക്ക് നൽകി അവരായിട്ട് തന്നെ നിങ്ങളെ അവരുടെ ലൈഫിലേക്ക് വേണമെന്ന് ആഗ്രഹിച്ചു തുടങ്ങിയിരിക്കുകയാണ്. മാത്രവുമല്ല, എത്രത്തോളം സ്പീഡിലാണോ നിങ്ങളിൽ നിന്ന് മാറിപ്പോയത് അത്രത്തോളം സ്പീഡില് ഒരുപക്ഷെ നിങ്ങൾ പോലും ഓർക്കാത്ത നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നല്ല നല്ല കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അതെല്ലാം ഓർത്തെടുത്തുകൊണ്ട് ആ ഒരു നൊസ്റ്റാൾജിയ, ആ ഒരു പഴയകാല ഓർമ്മകളുമായിട്ട് വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നെ നിങ്ങളിലേക്ക് എത്തണം എന്നൊരു ചിന്തയുമാണ് ഇവരിലുള്ളത്. കാരണം അർഹതപ്പെട്ട ആ ഒരു സ്നേഹം, ആ ഒരു സ്നേഹത്തിന്റെ യഥാർത്ഥ കൈകള് അത് മറ്റു പലരും അല്ല. അതിന്റെ യഥാർത്ഥ ഒരു ഉടമസ്ഥൻ അല്ലെങ്കിൽ ഉടമസ്ഥ എന്ന് പറയുന്നത് നിങ്ങളാണ്. അപ്പൊ അവര് കൊടുത്ത് ആ ഒരു സ്നേഹം കൊണ്ടുപോയി കൊടുത്ത സ്ഥലത്ത്, ജെന്യുവിൻ ആയിട്ടുള്ള സ്ഥലമാണ് എന്നുള്ള രീതിക്ക് അവർ തെറ്റിദ്ധരിച്ച് പോയ സ്ഥലത്ത് അവർക്ക് നേരിട്ടിരിക്കുന്ന വേദനകളും അതോടൊപ്പം അവരുടെ ആ ഒരു സെൽഫ് റെസ്പെക്ട് എന്ന് പറയുന്ന സംഭവം അതൊക്കെ അവിടെ നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന സാഹചര്യമാണ്. അപ്പൊ ഇനിയും അത് നഷ്ടപ്പെടുത്താൻ അവർ തയ്യാറല്ല. അതുകൊണ്ട് തന്നെയാണ് യഥാർത്ഥമായ കൈകളിലേക്ക് അവരുടെ സ്നേഹത്തെ എത്തിക്കണം എന്നുള്ള രീതിക്ക് അവർ ചിന്തിക്കുന്നത്. ഇപ്പൊ തീർത്തും ഒരു ഒറ്റപ്പെട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലൂടെയാണ് മുന്നോട്ടേക്കുള്ള യാത്ര. ആ ഒരു യാത്രയില്
ഇവർക്ക് ഇവരുടെ ഇമോഷൻസ് ആയിക്കൊള്ളട്ടെ, ഇവരുടെ സ്നേഹം മാത്രമല്ല, ഇവരുടെ മനസ്സിൽ വരുന്ന എന്തെങ്കിലും വേദനകൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യങ്ങളാണെങ്കിലും അതൊന്നും ഷെയർ ചെയ്യാനായിട്ട് ഇവർക്ക് ഈ ഒരു തേർഡ് പാർട്ടിയോട് സാധിക്കുന്നില്ല. അവർ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു എന്താ പറയാ, ഒരു കെയറിങ്ങോ അല്ലെങ്കിൽ ഒരു സപ്പോർട്ടോ അതൊന്നും അവർക്ക് അവിടെ നിന്ന് ലഭിക്കുന്നില്ല. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോ അവർക്ക് ഏറ്റവും കൂടുതൽ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. കാരണം നിങ്ങൾ ചിലപ്പോൾ അങ്ങനെ ആയിരിക്കില്ല അവരോട് നിന്നിരുന്നത്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു ഓർമ്മകൾ അവരിൽ വരുന്നത് കൊണ്ട് തന്നെയാണ് again നിങ്ങളുമായിട്ടുള്ള commitment തന്നെ അവർ ആഗ്രഹിക്കുന്നത്. മാത്രവുമല്ല അതിനു വേണ്ടി എത്ര effort എടുക്കാനും നിങ്ങളുടെ person തയ്യാറാകുന്നത്. അപ്പൊ third party situation ഒക്കെ ഉള്ള റിലേഷൻഷിപ്പിന്റെ കാര്യമാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. അപ്പൊ ഇനി മുന്നോട്ടേക്ക് third party situation ഓ കാര്യങ്ങളോ ഒന്നും എഫക്ട് ചെയ്യാത്ത രീതിയിൽ അവിടെ നിന്ന് let go ചെയ്ത് പോരുകയും വേണം. ഇവിടെ എത്ര റിസ്ക് എടുത്തും എന്തൊക്കെ തടസ്സങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഈ ഒരു യൂണിവേഴ്സൽ പവറിനെ വിശ്വസിച്ചുകൊണ്ട് നിങ്ങളുടെ മാത്രം അനുവാദമാണ് അവർക്ക് ആവശ്യമുള്ളത്. നിങ്ങൾ അവരിലേക്ക് അല്ലെങ്കിൽ അവരെ വിശ്വസിക്കാൻ തയ്യാറാവുകയാണെന്നുണ്ടെങ്കിൽ അവരെ ഇനി മറ്റൊന്നും ബാധിക്കില്ല. അവർ നിങ്ങളെ എല്ലാ രീതിക്കും ചേർത്ത് പിടിക്കാൻ തയ്യാറെടുക്കുകയാണ്. അല്ലെങ്കിൽ ആ ഒരു മനസ്സ് അവർക്ക് വന്നു കഴിഞ്ഞു. അപ്പൊ ആ ഒരു ന്യൂ ബിഗിനിങ് റിലേഷൻഷിപ്പിൽ കൊണ്ടുവരാനും ആ ഒരു ന്യൂ ബിഗിനിങ്ങിലൂടെ നിങ്ങളെ വീണ്ടും പ്രപ്പോസ് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഒരു പ്രകാശമായിട്ട് കടന്നു വരിക. അതുപോലെ അവരുടെ ജീവിതത്തിൽ ആ ഒരു പ്രകാശമൊക്കെ മങ്ങി നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ. അവർ കംപ്ലീറ്റ്ലി ഒരു ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് നിൽക്കുന്ന സ്റ്റേജ് ആണ്. അപ്പൊ അവരുടെ ലൈഫിലാണെങ്കിലും ഒരു പ്രകാശമായിട്ട് നിങ്ങളും കടന്നു വരണം. എല്ലാ രീതിക്കും ഒരു ഹാപ്പിനെസ് ജീവിതത്തിൽ വേണം എന്നൊക്കെ ആഗ്രഹിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഒരു സമയത്ത് ഒരുപാട് ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ മുന്നിലേക്ക് വന്നപ്പോൾ ഒരു പൂ പറിക്കുന്ന ലാഘവത്തോടു കൂടി നിങ്ങളെ മാറ്റി നിർത്തിയ വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു നിലപാടില്ലാത്ത രീതിയിൽ രണ്ട് വെള്ളത്തിൽ കാല് ചവിട്ടി നിൽക്കുന്നത് പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങളെ തട്ടിക്കളിച്ച ഒരു വ്യക്തിയൊക്കെ ആയിരുന്നു നിങ്ങളുടെ പേഴ്സൺ എന്നുണ്ടെങ്കിൽ ഇപ്പൊ അവരുടെ നിലപാടുകൾക്കൊക്കെ മാറ്റങ്ങൾ വന്ന് നല്ല രീതിയിൽ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ആ ഒരു കർമ്മ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു കർമ്മ തന്നെയാണ്. കാരണം നിങ്ങളുടെ മനസ്സിനുള്ള വേദന അവർ മറ്റൊരു രീതിയിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഇനി എന്തൊക്കെ വേണമെങ്കിലും വന്നോട്ടെ താൻ അതിനെ നേരിടാൻ തയ്യാറാണ്. കാരണം ഇനിയും തനിക്ക് ഇവിടെ ഈ ഒരു സാഹചര്യത്തിൽ നിൽക്കാൻ സാധിക്കില്ല എന്നുള്ള രീതിക്ക് നിങ്ങളിലേക്ക് ഓർമ്മകൾ വന്നിരിക്കുന്നത്. മാത്രമല്ല എല്ലാ കാര്യങ്ങളെയൊക്കെ ഒന്ന് ഇരുത്തി ചിന്തിക്കാനുള്ള patience അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. നിങ്ങളുടെ വ്യക്തിയിൽ ഭയങ്കരമായൊരു patience കൈവന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് നിങ്ങളുടെ person എനർജി നിങ്ങൾ കണക്ട് ചെയ്യുക. ഭയങ്കരമായ ഒരു എടുത്തുചാട്ടം സ്വാർത്ഥതയൊക്കെ ഉണ്ടായിരുന്ന വ്യക്തിയാണെങ്കിൽ അവരുടെ ആ ഒരു ഈഗോ അവരുടെ ആ ഒരു എന്താ പറയാ സ്വാർത്ഥമായ മനോഭാവത്തിന്റെ കൊമ്പുകളൊക്കെ ഒടിഞ്ഞു തുടങ്ങിയിരിക്കുന്ന സമയം കൂടിയാണിത്. അവരുടെ മനസ്സ് അല്ലെങ്കിൽ അവരുടെ ഹൃദയം നിങ്ങളുടെ സ്നേഹത്തെ ഏറ്റുവാങ്ങാനായിട്ട് തയ്യാറെടുത്താണ് ഇവിടെ നിൽക്കുന്നത്. കാരണം അവർക്ക് ലൈഫിൽ വേണ്ടത് സമാധാനമാണ് അല്ലെങ്കിൽ സന്തോഷം നിറഞ്ഞ സമാധാനമാണെന്നുള്ളത് അവരിപ്പോ തിരിച്ചറിയുന്ന നിമിഷമാണ്. അപ്പൊ നിങ്ങൾ അവരുടെ കൂടെ ഉണ്ടായിരുന്നപ്പോൾ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ പരാതികളോ കാര്യങ്ങളോ ഒക്കെ പറയുമ്പോൾ അത് അവരുടെ സമാധാനം നഷ്ടപ്പെടുത്തുന്ന രീതിയിലാണ് എന്ന് ചിന്തിച്ചിരുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അവർക്കിപ്പോൾ മനസ്സിലാവുന്നുണ്ട് ഇതൊന്നുമല്ല അല്ലെങ്കിൽ അതൊന്നുമല്ല സമാധാനക്കേട്. ഇപ്പൊ അവര് നേരിട്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ് യഥാർത്ഥമായ സമാധാനക്കേട് എന്നുള്ളത്. അപ്പൊ സന്തോഷം കണ്ടെത്തി പോയ സ്ഥലത്ത് മനസ്സമാധാനം നഷ്ടപ്പെട്ട് തുടങ്ങിയിരിക്കുന്ന സാഹചര്യത്തില് യഥാർത്ഥമായ സന്തോഷത്തെ ആണെങ്കിലും യഥാർത്ഥമായ മനസ്സിനെയാണെന്നുണ്ടെങ്കിലും അവരിപ്പോ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു റീഡിംഗ് ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പൊ ഈ ഒരു റീഡിംഗ് നിങ്ങൾക്ക് എത്ര പേർക്കാണ് റെസനേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾ നോക്കുക. റെസനേറ്റ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ആ ഒരു എനർജി നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് തന്നെ ക്ലെയിം ചെയ്യാവുന്നതാണ്. അപ്പൊ നമുക്ക് റീഡിങ്ങുമായിട്ട് കണക്ട് ചെയ്യുന്ന കുറച്ച് ക്ലൂസ് കൂടി ഈ ഒരു സമയത്ത് നോക്കിയേക്കാം. നിങ്ങളുടെ വ്യക്തിയായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ടും ഒക്കെ ഈ ഒരു ക്ലൂസ് കൂടെ എത്രത്തോളം കണക്റ്റഡ് ആണെന്നുള്ളത് ചെക്ക് ചെയ്യുക. H എന്നൊരു ലെറ്റർ, 10 എന്നൊരു നമ്പർ, ജാനുവരി, തൃക്കേട്ട, 35, വയനാട്, C എന്നൊരു ലെറ്റർ, O എന്നൊരു ലെറ്റർ, സ്കോർപിയസ്, ലിബ്ര, N എന്നൊരു ലെറ്റർ, ഔട്ട്സൈഡ് കേരള വന്നിട്ടുണ്ട്, T എന്നൊരു ലെറ്റർ, രോഹിണി, 1988, അക്വേറിയസ്, N എന്നൊരു ലെറ്റർ, D എന്നൊരു ലെറ്റർ, ലാസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത് വിശാഖം എന്നൊരു സ്റ്റാർ ആണ്.
അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു ക്ലൂസ് ആയിട്ട് വന്നിരിക്കുന്നത്. ക്ലൂസ് മാത്രമല്ല, ഇതിൽ വന്നിരിക്കുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, നിങ്ങളുടെ പേഴ്സന്റെ ഒരു ക്യാരക്ടർ എല്ലാം വെച്ച് നിങ്ങൾ കണക്ട് ചെയ്ത് നോക്കണം. അപ്പൊ ഇതാണ് നമ്മുടെ റീഡിംഗ് ആയിട്ട് കിട്ടിയിരിക്കുന്നത്. അപ്പൊ വീണ്ടും നമുക്ക് നാളെ നല്ലൊരു റീഡിംഗുമായിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ഒരുപാട് നന്ദി.